എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. രാമായണത്തിലെ അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ചുള്ള ചർച്ചയുമായിട്ടാണ് രാമായണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രാമായണത്തിൽ രാമൻ കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ രാമനോടൊപ്പം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കഥാപാത്രമാണ് സീത, അതുപോലെ തന്നെ കൗസല്യ, സുമിത്ര, കൈകേയി. എന്നാൽ പ്രതിനായക വേഷത്തിൽ നിൽക്കുന്ന രാവണന്റെ ഭാര്യയായിട്ടുള്ള മണ്ഡോദരിയെ കുറിച്ചുള്ള ചർച്ചകൾ, മണ്ഡോദരിയുടെ സ്വഭാവ സവിശേഷതകൾ, സ്നേഹത്തിന്റെ നിറകുടമായിരുന്ന മണ്ഡോദരിയുടെ പ്രത്യേകതകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മണ്ഡോദരിയുടെ ജീവിതവും മണ്ഡോദരിയുടെ ജനനവും സ്വഭാവ സവിശേഷതകളും ഉൾപ്പെടുന്ന ഒരു ചർച്ചയാണ് ഈ രാമായണ കഥാമൃതത്തിൽ ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. രാമായണം ഏകദേശം 50ഓളം വ്യത്യസ്തമായ രാമായണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രാമായണത്തിലെ മണ്ഡോദരിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്തമായ കഥകളാണുള്ളത്. അതിൽ ഒരു രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സുലക്ഷണ എന്ന് പറയുന്ന അപ്സരസാണ് യഥാർത്ഥത്തിൽ മണ്ഡോദരി എന്നാണ് പറയുന്നത്. ഈ സുലക്ഷണ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലാഴി കടഞ്ഞപ്പോൾ പാലാഴിയിൽ നിന്ന് മഹാലക്ഷ്മി മുതലായ വസ്തുക്കൾ ഓരോന്നായിട്ട് ഉയർന്നു വന്ന കൂട്ടത്തിൽ അപ്സരസായിട്ട് ഉയർന്നു വന്നതായിരുന്നു സുലക്ഷണയെന്നും, സുലക്ഷണയെ കണ്ടു കഴിഞ്ഞാൽ ആരും കൊതിച്ചു പോകുന്ന സൗന്ദര്യത്തിനുടമയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള സുലക്ഷണ യഥാർത്ഥത്തിൽ ഈ സുലക്ഷണയുടെ സൗന്ദര്യം കണ്ടിട്ട് പാർവതി തൻ്റെ തോഴിയായിട്ട് നിർത്തി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഈ പാർവതി സുലക്ഷണയെ പറഞ്ഞ് തൻ്റെ പുതുവസ്ത്രം എടുക്കുവാനായിട്ട് കൈലാസത്തിലേക്ക് വിടുന്നെന്നും, കൈലാസത്തിൽ അപ്പോൾ ശിവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്നും, ശിവന് സുലക്ഷണയെ കണ്ടപ്പോൾ തൻ്റെ കാമവികാരത്തെ അടക്കാൻ പറ്റാതെ സുലക്ഷണയെ ആലിംഗനം ചെയ്തുവെന്നും, ഇതിൽ ഭ്രമിച്ചു പോയ സുലക്ഷണ വേഗത്തിൽ പാർവതിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവളുടെ പരിഭ്രമവും വിവർണമായ മുഖവും കണ്ടപ്പോൾ പാർവതിക്ക് കാര്യം മനസ്സിലായെന്നും, പാർവതി പെട്ടെന്ന് തന്നെ കോപാക്രാന്തയായി അവളെ ശപിച്ചു. ശാപമിതായിരുന്നു: നീ 12 വർഷം മണ്ടൂകമായി കിണറ്റിൽ കഴിയട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ സുലക്ഷണ പറഞ്ഞു: നിരപരാധിയായ എന്നെ എന്തിനാണ് ഇങ്ങനെ ശപിക്കുന്നത്? യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് ശിവനല്ലേ എന്ന് ചോദിക്കുന്നു. ആ അവസരത്തിലാണ് പാർവതി ശാപമോക്ഷം കൊടുക്കുന്നത്. ശാപമോക്ഷം പറയുന്നത്: അടുത്ത ജന്മത്തിൽ നീ അപ്സരസിൻ്റെ മകളായി ജനിക്കുകയും നിനക്ക് അനുരൂപനായ, ബലവാനായ, കരുത്തനായ ഒരു ഭർത്താവ് ലഭിക്കുമെന്നും, ആ ഭർത്താവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഭർത്താവിനോടൊപ്പം നീ ജീവിതകാലം മുഴുവൻ കഴിയുന്ന അവസരത്തിൽ നീ അവസാനം വിഷ്ണു പദം പോകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ തെലുങ്ക് ഉത്തരരാമായണത്തിൽ മറ്റൊരു കഥയാണ് പറയുന്നത്. മധുര എന്ന് പറയുന്ന ഒരു അപ്സരസാണെന്നും, ആ മധുര ശിവനോട് പ്രണയമുള്ള ആളായിരുന്നെന്നും, അവൾ ഒരിക്കൽ പാർവതി ഇല്ലാത്ത സമയം നോക്കി കൈലാസത്തിൽ ചെന്നെന്നും, അങ്ങനെ കൈലാസത്തിൽ ചെന്ന അവസരത്തിൽ ശിവൻ ഈ മധുരയെ പ്രാപിച്ചെന്നും, അങ്ങനെ ആ മധുര എന്ന് പറയുന്ന ആ സുന്ദരിയായ അപ്സരസ് ഇത് ഈ ശിവനുമായിട്ടുള്ള പ്രാപ്യത്തിന് ശേഷം തിരികെ പോകുമ്പോൾ അവൾ പാർവതിയുടെ അരികിലെത്തിയെന്നും, പാർവതി മധുരയുടെ മാറിടത്തിൽ പറ്റിയിരിക്കുന്ന ഭസ്മം കണ്ടിട്ട്, ചാരം കണ്ടിട്ട് ശിവൻ്റേതാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ മധുരയെ ശപിച്ച് കൂപമണ്ഡൂപമായി പോകട്ടെ എന്ന് ശപിച്ച് 12 വർഷമെന്നും അതിൽ നിന്ന് ശാപമോക്ഷം കൊടുത്തു എന്നാണ് മറ്റൊരു കഥ. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് തെലുങ്കിലെ തന്നെ ആനന്ദ രാമായണത്തിലുള്ള, രംഗനാഥ രാമായണത്തിലുള്ള 2 കഥകൾ. അതിലൊന്ന് മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന്, മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിലെ ചന്ദനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡോദരിയുടെ ജനനമെന്നാണ് പറയുന്നത്. മണ്ഡോദരി എന്ന നാമധേയത്തിൻ്റെ പ്രത്യേകത മണ്ഡോ ഉദരമാണ്. മനോഹരമായ ഉദരമുള്ളവർ, വയറുള്ളവർ, അല്ലെങ്കിൽ വളരെ മൃദുവായ ശരീരമുള്ളവൾ എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. സുന്ദരിയാണ്. ആ സുന്ദരിയായിരുന്ന മണ്ഡോദരിയുടെ സ്വഭാവത്തിന് അനുരൂപമായിരുന്നു അവളുടെ പ്രവർത്തനങ്ങൾ. മണ്ഡോദരിയുടെ അച്ഛൻ അസുര ശില്പിയായിട്ടുള്ള മയനും അമ്മ അപ്സരസായിരുന്ന ഹേമയുമായിരുന്നു. ഈ ഹേമയെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ചോദിച്ചാൽ,
മയൻ ഒരിക്കൽ ദേവലോകത്ത് പോയെന്നും ആ ദേവലോകത്ത് വെച്ച് മയൻ ഹേമയെ കണ്ടെന്നും ഹേമയ്ക്ക് ഈ മയനോട് പ്രണയം തോന്നിയെന്നും അങ്ങനെ ഹേമയും മയനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുണ്ടായ പുത്രിയാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡോദരി എന്നാണ് പറയുന്നത്. എന്നാൽ ദേവേന്ദ്രൻ ഈ മയനെ ദേവലോകത്ത് നിന്ന് പുറത്താക്കി, അസുര ചക്രവർത്തി ആയിരുന്നെങ്കിൽ പോലും ദേവലോകത്ത് ചെല്ലാനുള്ള അവകാശം അധികാരമൊക്കെ ഉണ്ടായിരുന്നു. ദേവലോകത്ത് നിന്ന് പുറത്താക്കി ഹേമയെ തിരികെ ദേവലോകത്തേക്ക് കൊണ്ടുപോയെന്നൊരു കഥയുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ മയൻ്റെ കൂടെയാണ് ഇവൾ വളരുന്നത്. അങ്ങനെയുള്ള മയൻ ലങ്കാ നഗരം സൃഷ്ടിക്കുവാനായിട്ട് ഈ രാവണൻ്റെ ലങ്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് രാവണൻ്റെ ഗുണഗണങ്ങൾ അറിയുകയും ആ രാവണൻ തൻ്റെ മകൾക്ക് ഭർത്താവായാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഇവളെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് രാവണൻ ഈ മയൻ്റെ അരികിൽ വരികയും അവർ തമ്മിലെ, അതായത് മണ്ഡോദരിയും രാവണനും തമ്മിൽ പ്രണയത്തിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുകയുമാണ്. അതിൽ 3 മക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഈ ആദ്യത്തെ പുത്രൻ, മൂത്ത പുത്രനായിട്ടുള്ളവൻ ഇന്ദ്രനെ പോലും തോൽപ്പിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്നാണ് പേര്. വളരെ ശക്തിമാനായിരുന്നു. ആ ശക്തിമാനായിരുന്നതിൻ്റെ പിന്നിലെ കഥയും ശിവന്റെ ബീജത്തിൽ നിന്നാണ് ഈ മണ്ഡോദരിക്ക് ഈ പുത്രൻ പിറന്നത്, മേഘനാഥൻ എന്ന പുത്രൻ പിറന്നത് എന്നൊരു കഥയുമുണ്ട്. പുരാണമാണ്, വ്യാഖ്യാനമാണ്, അങ്ങനെ ഒരു കഥയുമുണ്ട്. ഏതായാലും ഈ മണ്ഡോദരിയുടെ മക്കള് 3 പേരായിരുന്നു. ആ 3 പേരും ബലവാന്മാരും. ഒരു മോളായിരുന്നു അതികായ. 2 പേരും ആൺമക്കളായിരുന്നു. അങ്ങനെ വളരുന്ന മണ്ഡോദരിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. അതുകൊണ്ടാണ് പുരാണത്തിലെ പഞ്ചകന്യാ രത്നങ്ങളായിട്ടുള്ള താര, ദ്രൗപദി, അഹല്യ, സീത, മണ്ഡോദരി, ഈ 5 പേരിൽ ഒരാളായിട്ട് ഈ മണ്ഡോദരിയെ പ്രതിനായകനായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ രാവണൻ്റെ ഭാര്യയെ പഞ്ചകന്യാ രത്നമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ സ്ത്രീ കഥാപാത്രമായ മണ്ഡോദരി എപ്പോഴും രാവണനെ നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളായിരുന്നു. സീതയെ തട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അശോകവനികയിലെ സിംശപാ വൃക്ഷത്തിൻ്റെ തണലിലിരിക്കുന്ന സീതയെ ആശ്വസിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ഈ രാവണൻ്റെ ഭാര്യയായ മണ്ഡോദരി. മാത്രമല്ല രാവണൻ അഴകിയ രാവണനായിട്ട് വന്ന് സീതയെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു, പല രൂപത്തിൽ പ്രലോഭിപ്പിക്കുന്നു. ഇതിലൊന്നും വശംവദയാകാതിരുന്ന സീതയെ തൻ്റെ കയ്യിലുള്ള ചന്ദ്രകാസം എന്ന ശിവൻ കൊടുത്ത വാളുകൊണ്ട് വെട്ടിക്കൊല്ലുവാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കയ്യിൽ കടന്നു പിടിച്ചിട്ട് അരുത്, സ്ത്രീ കൊലപാതകം കഠിനമായ പാപമാണെന്നും നിങ്ങളെ നരകത്തിലേക്ക് അത് നയിക്കുമെന്നും പറഞ്ഞ് തടയുകയും സീതയെ രാമന് തിരികെ ഏൽപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നൊരു കഥാപാത്രം കൂടിയാണ്. അങ്ങനെ ഒരു വലിയ തിരുത്തൽ ശക്തിയായിട്ട് രാവണനോടൊപ്പം നിൽക്കുന്ന കഥാപാത്രമാണ്. അവസാനം രാവണൻ മരിച്ചതിന് ശേഷം വിഭീഷണനോട് രാമപക്ഷത്ത് ചേർന്ന് രാജാവാകാൻ പറയുന്നതും യഥാർത്ഥത്തിൽ ഈ മണ്ഡോദരിയാണ്. മണ്ഡോദരി പിന്നീട് വിഭീഷണൻ്റെ ഭാര്യയാകുന്നു. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടുമല്ല, രാഷ്ട്രതന്ത്രത്തിൻ്റെ പേരിൽ രാജ്ഞിയായ ആളിൻ്റെ ഭർത്താവിന് രാജാവാകാൻ പറ്റൂ എന്ന ദ്രാവിഡ നിയമം അനുസരിച്ചാണ് പിന്നീട് വിഭീഷണൻ്റെ ഭാര്യയാകുന്നു എന്നൊരു പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അധികം ചർച്ച ചെയ്യപ്പെടാതെ നിഴലായി പോയിട്ടുള്ള മണ്ഡോദരിയെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാമായണ കാലത്ത്. അപ്പം മണ്ഡോദരി എന്ന് പറയുന്ന കഥാപാത്രം സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നേർവഴിക്ക് നയിക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള നിലയിലും ദൈവികമായ അപ്സര സംഭവ എന്നുള്ള നിലയിലും രാവണനെ നേർവഴിക്ക് നയിക്കുവാനും നന്മയുടെ പക്ഷത്തേക്ക് നീങ്ങുവാനും ഉപദേശിക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള നിലയിലും വളരെ ശ്രദ്ധേയമാണ്. കേൾക്കുക, മണ്ഡോദരി, അഭിപ്രായങ്ങൾ പറയുക. നന്ദി, നമസ്കാരം.